എരിഞ്ഞോളി മൂസ മാപ്പിളപ്പാട്ടിന്റെ ഭാവഗായകൻ എന്ന് ലോകം അംഗീകരിച്ച പാട്ടുകാരൻ. ഭക്തിയും ചരിത്രവും പ്രണയവും വർത്തമാനവും ഒരുപോലെ കൂട്ടിയിണക്കി പാട്ടിൽ തന്റേതായ ഇടം തീർത്ത മൂസ എരിഞ്ഞോളി. പിഞ്ചായ നാളുതൊട്ട് പഞ്ചാര മാഞ്ചുവട്ടിൽ കൊഞ്ചിക്കുഴഞ്ഞു നടന്ന ഓർമ്മകളിൽ മാപ്പിളപ്പാട്ടിനെ നെഞ്ചോട് ചേർത്ത സർഗധനൻ. കവിളത്ത് മറുകും നുണക്കുഴി പൂവും കണ്ട് അരിമുല്ല പുഞ്ചിരിയിൽ മയങ്ങിയ കാമുക ഹൃദയത്തിന്റെ ശീലുകൾ മീട്ടി ആസ്വാദക വൃന്ദത്തെ കോരിത്തരിപ്പിച്ച മധുര ശബ്ദം. അരിമുല്ല പുഞ്ചിരി കണ്ട് കൊതിച്ചു പോയി, ഞാൻ തരിച്ചു പോയി. കവിളത്ത് വിടരുന്ന കനകത്തിൽ നിറമുള്ള നുണക്കുഴി പൂവ് കണ്ട് കൊതിച്ചു പോയി. അരിമുല്ല പുഞ്ചിരി കണ്ട് കൊതിച്ചു പോയി, ഞാൻ തരിച്ചു പോയി. കവിളത്ത് വിടരുന്ന കനകത്തിൽ നിറമുള്ള നുണക്കുഴി പൂവ് കണ്ട് കൊതിച്ചു പോയി. അരിമുല്ല പുഞ്ചിരി കണ്ട് കൊതിച്ചു പോയി, ഞാൻ തരിച്ചു പോയി. 1940 മാർച്ച് 18 വലിയടത്ത് അബ്ദുവിന്റെയും വലിയകത്ത് ആസിയയുടെയും മകനായി തലശ്ശേരി എരഞ്ഞോളിയിലാണ് മൂസയുടെ ജനനം. ദാരിദ്ര്യത്തിന്റെ കയ്പായിരുന്നു മൂസയുടെ കുട്ടിക്കാലം. പക്ഷേ വിശപ്പിന്റെ കാഠിന്യത്തിലും പാട്ടിനെ മൂസ എന്ന ബാലൻ വിടാതെ പിന്തുടർന്നു. കല്യാണ വീടുകളിലെ അരവ് നടക്കുന്ന രാവുകളിൽ ഉയർന്നു കെട്ടിരുന്ന പാട്ടുകളിൽ ചിലത് മൂസ എന്ന ബാലന്റേതായി മാറാൻ തുടങ്ങി. പിന്നീട് ആ ശബ്ദം നാടക തിരശീലകളുടെ പിന്നിലേക്ക് വഴിമാറുന്നത് കലാകേരളം കൗതുകത്തോടെ നോക്കിക്കണ്ടു. കാലം കനിഞ്ഞു നൽകിയ കനക അവസരം പോലെ വീരാജുപേട്ടയിൽ പോയി പാട്ടുപാടാൻ അവസരം ലഭിച്ചപ്പോൾ അതും ആ കൊച്ചുനാളിലെ പ്രശസ്തിക്ക് കാരണമായി. പാറ പൊട്ടിക്കലും പിന്നീട് ചുമട്ടുപണിയുമൊക്കെയായി പ്രാരാബ്ധ ജീവിതം മുന്നോട്ടു നീങ്ങുമ്പോൾ ആകാശവാണിയിൽ പാട്ടുപാടാൻ അവസരം കിട്ടി. മലയാളത്തിന്റെ മഹാസൌഭഗമായിരുന്ന രാഘവൻ മാസ്റ്റർ വലിയകത്ത് മൂസ എന്ന പാട്ടുകാരന്റെ പേരുമാറ്റി എരഞ്ഞോളി മൂസ എന്നാക്കി. ആലാപന രംഗത്തെ ജൈത്രയാത്രയ്ക്ക് അവിടം മുതൽ തുടക്കമാവുകയായിരുന്നു. മാപ്പിളപ്പാട്ടിന്റെ ആലാപന രംഗത്ത് എരഞ്ഞോളി മൂസ ഒരു തരംഗമായി മാറുകയായിരുന്നു. മാപ്പിളപ്പാട്ട് എന്നാൽ മൂസ എന്നർത്ഥം വെക്കുന്ന രീതിയിൽ പാട്ട് പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ ഈ ഗായകന് കഴിഞ്ഞു. മക്കാറല്ലത് ഞാൻ പോയി റങ്കൂണിൽ ചായമക്കാരി നടത്തിയ കഥയും ആകാശഭൂമിക്കധിപതിയായ അള്ളാഹുവിന്റെ കുതിരത്തിൽ തുടങ്ങി ഇബ്രാഹിം നബിയുടെ കഥയും ഓമന മുഹമ്മദിനെ വോത്തിനയച്ചില്ല എന്ന് മീട്ടിപ്പാടി പ്രവാചക ചരിത്രവും മിസ്റിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്തിന്റെ കിസ്സയും മാണിക്യ മലരായ പൂവി ഖദീജ ബീവിയുടെ ജീവചിത്രങ്ങളും ഒരു പെരും കാറ്റടിച്ചപ്പോൾ കാറു നീങ്ങി പുണ്യപ്രവാചകൻ ലോകത്തവതരിച്ച മധുഹും സമാനിൻ കൂരിരുൾ താണ്ടി സ്വബാഹിൻ പൂവിടർത്തിയ ഭക്തിയും തുടങ്ങി വൈവിധ്യപൂരിതമായ പാട്ടുകളുടെ പാലാഴിയാണ് ആ സ്വരമധുരിമയിൽ നാം ആസ്വദിച്ചത്. പാട്ടുകാരനായും ചാനൽ ജഡ്ജിയായും പ്രഭാഷകനായും സംഘാടകനായും മികവ് തെളിയിച്ച ഈ കലാകാരനെ ആദരവുകളും അംഗീകാരങ്ങളും നിരവധി തേടിയെത്തിയിട്ടുണ്ട്. ഇതിൽ 2008 കേരള ഫോക്ലോർ അക്കാദമി നൽകിയ ആദരവും 2009 കേരള സംഗീത നാടക അക്കാദമി നൽകിയ അവാർഡും മോയിൻകുട്ടി വൈദ്യർ സ്മാരക സമിതി നൽകിയ ആദരവും തിളക്കമേറിയതാണ്. ഇപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചുവരുന്ന മൂസ എരിഞ്ഞോളിക്ക് ജീവിതത്തിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ലോകരക്ഷിതാവായ തമ്പുരാൻ ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ.
മേറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. കരളിൽ കടക്കുന്ന കരളായി തുടിക്കുന്ന കുളിരിന്റെ കുളിരുള്ള കാറ്റിന് തന്റെ സർഗവൈഭവത്തിലൂടെ നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട ഗായകൻ എരിഞ്ഞോളി മൂസ എന്ന പ്രിയപ്പെട്ട നമ്മുടെ മൂസക്കയെ ആദരവോടെ നമുക്ക് എതിരേൽക്കാം.